അങ്ങനെ ഐ നോബഡി എന്ന സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. നിസാം ബഷീറിന്റെ ഡയറക്ഷൻ അതാണ് ഈ സിനിമയിലേക്ക് നയിച്ചൊരു കാര്യം. കാരണം റൊഷാർക്ക് എന്നൊരു ഗംഭീര സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം പുള്ളി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ് ഐ നോബഡി. കൂടാതെ പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി, അവരുടെ ഒരു ലീഡ് കാസ്റ്റ്. അപ്പൊ അങ്ങനെ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയാണ് ഐ നോബഡി എന്ന സിനിമ തിയേറ്ററിൽ കാണാൻ പോയത്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. കിടിലം ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു സിനിമയുടെ. നമ്മൾ സിനിമ തുടങ്ങി ആ സിനിമയിലേക്ക് നമ്മൾ ഇന്നായിട്ട് നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ച ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാതെ ഒരു ഡിഫറെന്റ് ഒരു സിനിമയാണ് നമ്മൾ കാണുന്നതെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ല കിടിലൻ ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. അതിൽ മേക്കിംഗ് അടിപൊളിയായിരുന്നു, ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, ക്യാമറ വർക്ക് എല്ലാം കിടിലായിരുന്നു. നല്ല രസമായിരുന്നു ഫസ്റ്റ് ഹാഫ് ശരിക്കും എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. അപ്പോൾ ഈ സിനിമയിലെ ഫസ്റ്റ് ഹാഫിനെ ഇത്രയും എൻഗേജിങ്ങും സംഭവങ്ങളൊക്കെ ആക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലെയേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു, ഒരുപാട് ക്യാരക്ടേഴ്സ്. അപ്പോൾ അവരുടെ ബാക്ക് സ്റ്റോറി എന്തായിരിക്കും, എന്താണ് ഇതിന്റെ ഒരു മോട്ടീവ്, ഈ ഒരു സംഭവം നടക്കുന്നതിന്റെ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്തായിരിക്കും, പിന്നീട് എന്ത് സംഭവിക്കും, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഫസ്റ്റ് ഹാഫ് എൻഡ് ആവുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ ആ ഒരു കഥയുടെ ഒരു ഫ്ലോ വന്ന് ആ ഒരു സിനിമ എൻഡായ സമയത്ത് ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയായിരുന്നു. ഒരു പ്രോപ്പർ ഒരു കൺക്ലൂഷൻ അല്ല, ഇയാൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അത് അങ്ങനെ വന്നു എന്നൊക്കെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ സിനിമയിലെ അവസാനം. പക്ഷെ അതൊന്നും കറക്റ്റായിട്ട് സോൾവ് ആയില്ല. അതൊന്നും ഒരു പ്രോപ്പർ കൺക്ലൂഷൻ ആയിട്ടല്ല ഈ സിനിമ എനിക്ക് തോന്നിയത്. പക്ഷേ സിനിമയുടെ മേക്കിംഗ്, ആക്ടേഴ്സിന്റെ പെർഫോമൻസ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തിയേറ്ററിൽ ഒരു വൺ ടൈം വാച്ചബിൾ മൂവി തന്നെയാണ് ഐ നോബഡി. പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ പൃഥ്വിരാജ് സുകുമാരൻ രാജീവൻ എന്നൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. പുള്ളി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. ഒരു ആകസ്മികമായ ഒരു സംഭവം പുള്ളിയുടെ ജീവിതത്തിൽ ഒരു ദിവസം നടക്കുകയാണ്. ഒരു ബാങ്ക് റോബറിയുടെ ഇടയിൽ പുള്ളി പെട്ടുപോകുന്നു. പിന്നീട് പുള്ളിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. അപ്പൊ പുള്ളി നല്ല ഗംഭീരമായിട്ട് ആ ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു പൃഥ്വിരാജിന്റെ ഒരു സ്ഥിരം മാനറിസങ്ങൾ ഇല്ലാതെ ഒരു വെറൈറ്റി ആയിട്ടാണ് പുള്ളി അത് പെർഫോം ചെയ്തിരിക്കുന്നത്. നല്ല രസമുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് പാർവതിയുടെ നായിക കഥാപാത്രം, അവരും നല്ല ഗംഭീരമായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ രണ്ട് മക്കളുടെ കഥാപാത്രം ചെയ്ത രണ്ട് കുട്ടികളുണ്ട്, അവരും നല്ല ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഹക്കീം ഷാജഹാൻ ചെയ്ത ഒരു പോലീസ് ഓഫീസറുടെ ഒരു കഥാപാത്രമാണ്. പുള്ളി നല്ല ഗംഭീരമായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ആ ഒരു ഡയലോഗ് ഡെലിവറിയിൽ ചെറിയൊരു വിക്കൊക്കെ ഉള്ള ക്യാരക്ടറാണ്. അതൊക്കെ നല്ല ഗംഭീരമായിട്ട് തന്നെ പുള്ളി പ്രസന്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി ഒരു ക്യാരക്ടറായിരുന്നു. പിന്നെ അശോകൻ ഒരു ക്യാരക്ടർ ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. പുള്ളിയും നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ജെക്സ് ബിജോയാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങ് നല്ല രസമായിട്ട് തന്നെ സിങ്ക് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഓരോ സീനിലും. അതുപോലെ തന്നെ സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, ഗ്രാഫിക്സ് വർക്ക്, ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. നിസാം ബഷീറിന്റെ ഡയറക്ഷനും നല്ല രസമായിട്ട് തന്നെ പുള്ളി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയിലെ ഫൈറ്റ് സീക്വൻസുകൾ എല്ലാം നല്ല രസമായിട്ട് തന്നെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഫൈറ്റുകൾ കുറേ ഉണ്ട്, ഒരുപാട് ഫൈറ്റുകൾ ഈ സിനിമയിലുണ്ട്. അതൊക്കെ നല്ല രസമായിട്ട് തന്നെ ഇതുണ്ട്. നമ്മൾ ആ ഒരു എൻഗേജ് ആയിട്ട് ഇരിക്കുക ഫൈറ്റ് സീക്വൻസ് ഒക്കെ വരുമ്പോൾ. അപ്പൊ അതൊക്കെ നല്ല രസമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സിനിമയിലെ ഒരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഹൈലി എൻഗേജിംഗ് ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ഹാഫ് അവർ ഡെലിവർ ചെയ്തിട്ട് പ്രേക്ഷകർ ഒരുപാട് സെക്കൻഡ് ഹാഫിലേക്ക് പ്രതീക്ഷിച്ചു. പക്ഷെ അത്രയൊന്നും ഡെലിവർ ചെയ്യാൻ സിനിമക്ക് സാധിച്ചില്ല. ജസ്റ്റ് ഒരു നോർമൽ ഒരു എൻഡിങ് ആയിപ്പോയി സിനിമയുടെ. അപ്പോൾ ആകെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ കിടിലൻ ഒരു ഫസ്റ്റ് ഹാഫും ആവറേജ് ഒരു സെക്കൻഡ് ഹാഫും വരുന്ന ഒരു വൺ ടൈം വാച്ചബിൾ തിയേറ്ററിക്കൽ മൂവി ആയിട്ടാണ് ഐ നോബഡി എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാം.